നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സഫാരി കാർസിന്റെ കൊച്ചി ഷോറൂമിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വിശേഷത്തിൽ പങ്കുവെക്കാലത് ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ലേറ്റ് ആയിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങനെ പോവാണ്. ഡെഡിക്കേറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ട്, രണ്ട് സ്റ്റോക്ക്. ഒന്ന് പോർഷെ പനമേര, ഒന്ന് മെഴ്സിഡീസ് ബെൻസിൻ്റെ GLS 400, എൻ്റെ ഇഷ്ടവാഹനം. GLS 400നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് ഉപയോഗിച്ച വണ്ടിയാണ് GLS ഒക്കെ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഒരു മോഡൽ GLSും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ GLS 2 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ സഫാരി കാർസിൽ ഏത് വണ്ടി പരിചയപ്പെടുത്തുമ്പോഴേ ഒന്നേറ്റ് മാത്രം വരലില്ല, അത് വളരെ നമ്മളത് GL മുതൽ GLS 400 വരെ ഇപ്പോൾ നിലവിൽ മൂന്ന് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. പോർഷയിൽ തന്നെ ഒരു 4 വണ്ടി ഉണ്ട്. മെഴ്സിഡീസിൽ പറയണ്ട ഒരു 10-15 വണ്ടികളുണ്ട്. BMW ഒരു 4-5 വണ്ടി ഇപ്പൊ നിലവിൽ കൊച്ചിയിൽ വന്ന സ്റ്റോക്ക് ഉണ്ട്. റേഞ്ച് റോവറിലാണെങ്കിലും ഒരു 3 വണ്ടി സ്റ്റോക്ക് ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ പർച്ചേസിംഗിൽ ഏകദേശം ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ ഇപ്പോൾ 6 വണ്ടികളോളം ഇനി കയറാനുണ്ട്. അപ്പോൾ ഒരേ ടൈമിൽ തന്നെ നമ്മൾ ഒരു വണ്ടി കാണിക്കുമ്പോഴും അതിനെ പിന്നെ അതേ ബ്രാൻഡിലുള്ള മറ്റു വാഹനങ്ങളും ഒരു ടൈമിലേ ശരിക്കും ലാൻഡ് റോവറിന്റെ ഷോറൂമിൽ പോയ പോലെ നമ്മളൊരു ലൈൻ ഉണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ ഉണ്ടായിരുന്നു, സ്പോർട്ടും ഉണ്ടായിരുന്നു, വോഗും ഉണ്ടായിരുന്നു, വെലാറും ഉണ്ടായിരുന്നു, 2 ഇവോക്കും ഉണ്ടായിരുന്നു. 6 വാഹനങ്ങൾ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി, ഒക്കെ സെയിലായി പോയി അൽഹംദുലില്ലാ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ GLS 400. ഏകദേശം ഇപ്പോൾ 1,80,00,000 രൂപയോളൊക്കെ വില വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോൾ 450 മാത്രമാണ് വരുന്നത്. 450 AMG ലൈനാണ് വരുന്നത്. ഇത് 400 ആണ്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് നമ്മളൊരു കസ്റ്റമർ ഇവിടെ പാർക്ക് ആൻഡ് സെയിലിന് ഏൽപ്പിച്ചതാണ്, നമ്മൾ പർച്ചേസ് ചെയ്തതല്ല അല്ലേ. അദ്ദേഹം ഉദ്ഘാടനത്തിന് മുന്നേ ഇവിടെ ഈ വണ്ടി കാണിക്കാൻ വന്നിരുന്നു. 1-2 പ്രാവശ്യം നമ്മൾ ഷോറൂമിലൊക്കെ വിസിറ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം വരുന്നത്, നമുക്ക് സെയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പിന്നെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, 40,000 കിലോമീറ്റർ. പിന്നെ ഇപ്പം നിലവിൽ വെഹിക്കിൾ അണ്ടർ വാറണ്ടിയിലാണ്, അണ്ടർ സർവീസ് പാക്കേജിലുണ്ട്. 2029 വരെ ഇപ്പം നിലവിൽ വാഹനം സർവീസ് പാക്കേജ് ഉണ്ട്. അടുത്ത വർഷം ഫെബ്രുവരി വരെ വാറണ്ടി ഉണ്ട്. കംപ്ലീറ്റ് ബോഡി മിൽ PPF കാര്യങ്ങളൊക്കെ ഉള്ള ബ്രാൻഡ് ന്യൂ തന്നെ പറയാം. 21 ഒരു പുതിയ വണ്ടിയുടെ കണ്ടീഷൻ. ഞാൻ അഫ്സിനോട് ചോദ്യം ചോദിക്കാൻ വേണം, എനിക്ക് വണ്ടിനെ പറ്റി ഒന്നും അറിയില്ല. എന്താണ് പിന്നെ സർവീസ് പാക്കേജ്? നിങ്ങൾ സർവീസ് പാക്കേജ് ഉണ്ട് 29 വരെ സർവീസ് പാക്കേജ് ഉണ്ട് എന്ന് അറിയും. ഒരു 90% ആൾക്കാർക്ക് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. ചിലപ്പോൾ ഒരു 10% കസ്റ്റമർക്ക് ചിലപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ എന്താണ് സർവീസ് പാക്കേജ്? സർവീസ് പാക്കേജ് 2 ടൈപ്പിലാണ്. ഇപ്പോൾ ബെൻസ് ആണെങ്കിലും BMW ആണെങ്കിലും കൊടുക്കുന്നത്. അത് 2 ഐറ്റത്തിൽ പറഞ്ഞാൽ ഒരു സർവീസ് പാക്ക് ഒരു ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ എന്താ ഇൻക്ലൂഡിങ് ബ്രേക്ക് ഡിസ്ക്, ബ്രേക്ക് പാഡ്, വൈഫർ ബ്ലേഡ് ഒക്കെ ഇൻക്ലൂഡ് ആവും. വേറെ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ സർവീസിങ് പാർട്സ് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഓയിലുകൾ കിട്ടും, ഫിൽറ്റേഴ്സുകൾ കിട്ടും, പിന്നെ ഗിയർ ഓയിൽ, അങ്ങനത്തെ കംപ്ലീറ്റ് മെറ്റീരിയൽ കംപ്ലീറ്റ് ഫ്രീ ആണ്. അതിന് ആദ്യം പിന്നെ ഷോറൂമിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണലി നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് വേണം ഈ സർവീസ് പാക്കേജ് എടുക്കാൻ. അപ്പോൾ ഇതിനുള്ള പാക്കേജ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡിസ്കും പാഡും കിട്ടൂല, അല്ലാത്ത ബാക്കിയുള്ള കംപ്ലീറ്റ് സർവീസ് പാർട്സുകൾ കിട്ടും. അത് ലേബർ ചാർജ് അടക്കം ഇതിൽ ഫ്രീ ആണ്. ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഡിസ്ക്, അങ്ങനത്തെ വൈഫർ ബ്ലേഡ് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ കാര്യങ്ങളൊന്നും കിട്ടൂല. അതിന് വാറണ്ടി, അതായത് നോർമൽ സർവീസ് വരുന്ന ആ സർവീസ് പാക്കേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഷോറൂമിൽ വണ്ടി കൊണ്ടുപോയി കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഫ്രീ ആണ്. ലേബർ ചാർജും അതിൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. 2 പാക്കേജ് കൊടുക്കുക. ഇതിൽ പാക്കേജ് ഉള്ളത് ഈ ബ്രേക്ക് പാഡും ബ്രേക്ക് ഡിസ്കും ഇല്ലാത്തതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സർവീസ് പാക്കേജ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അതാത് ബ്രാൻഡിൻ്റെ ഷോറൂമിൽ, അതായത് ഇപ്പോൾ മെഴ്സിഡീസിന് കേരളത്തിൽ 2 ഡീലർഷിപ്പാണുള്ളത്. ഒന്ന് ബ്രിഡ്ജ് വേ ഉണ്ട്, ഒന്ന് കോസ്റ്റൽ സ്റ്റാർ ഉണ്ട്. 2 അടിപൊളിയായിട്ട് ഡീൽ ചെയ്യണ പിന്നെ ഷോറൂമുകളാണ്. പിന്നെ അവരുടെ സർവീസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഷോറൂമിൽ പോയി കഴിഞ്ഞാലും സർവീസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് സർവീസ് പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു എമൗണ്ട് ഉണ്ടാവും, ചിലപ്പോൾ നല്ല എമൗണ്ട് ഉണ്ടാവും. അതിന് 1 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഒക്കെ ആ ഒരു എമൗണ്ട് അടച്ച് 2 ലക്ഷം രൂപേൻ്റെ മുകളിലുണ്ട്. ആ 2 ലക്ഷം രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വർഷത്തിന് ഈ സർവീസ് പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. ആ സർവീസ് പാക്കേജിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും അവർ തന്നെ തരും. അപ്പോൾ നമുക്ക് ആ വർഷം വരെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകളെ സംശയമുണ്ട്, സർവീസ് പാക്കേജും വാറണ്ടിയും
സെയിം ആയിട്ട് വരുമോ? വാറണ്ടി വേറെ തന്നെ ഒരു സാധനമാണ്. അപ്പോൾ കാക്കുവച്ചമാര് ഇപ്പോൾ കാക്കുവച്ച സസ്പെൻഷൻ കിട്ടും വെച്ചു. ഇപ്പോൾ 2 വാറണ്ടിയിലെ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ്റെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മാറിക്കിട്ടും. ഇപ്പോൾ ഇതിന് 4 എയറോമാറ്റിക് സസ്പെൻഷൻ വരുന്ന വണ്ടിയാണ്. ഈ ഒരു ഫ്രണ്ടത്തെ ഒരു സസ്പെൻഷൻ പോയി കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് മാറുകയാണെങ്കിൽ ഏകദേശം ഒരു 2.25 ലക്ഷം രൂപ, 2 to 2.25 ലക്ഷം രൂപയുടെ അടുത്ത് ഒരു സസ്പെൻഷന് വില വരും. അപ്പോൾ 4 മാറി വരുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപ അടുത്ത് വരും. മൊത്തത്തിൽ മാറും. ബാക്കിൽ അത്ര പ്രൈസ് ഇല്ല, എന്നാൽ ഏകദേശം അതിന്റെ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ മാറി വരുമ്പോഴത്തിന് ഏകദേശം അടുത്ത് വരും. അപ്പോൾ ഒരു വെഹിക്കിൾ വാറണ്ടിയിലെ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നേരെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവരത് ഇൻസ്പെക്ട് ചെയ്യും. മാറേണ്ട സംഭവമാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് അണ്ടർ വാറണ്ടിയിലെ വെഹിക്കിൾ ആണെങ്കിൽ മാറി കൊടുക്കും. ഇതിപ്പോൾ വാറണ്ടി നിൽക്കുന്നത് ഒന്നെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ ഈ വണ്ടിക്ക്. അത് അങ്ങനെ തന്നെയാണ് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ബെൻസ് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഏതാണ് വരുന്നത്, 20,000 കിലോമീറ്റർ ആണ് ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ വാറണ്ടി കഴിഞ്ഞു. അല്ലെങ്കിൽ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ വണ്ടിക്ക് വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. അതായത് ഫെബ്രുവരി വരെ അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ പാക്കേജ് എടുക്കുന്ന സമയത്ത് 41,000 കിലോമീറ്ററിലാണ് പാക്കേജ് എടുക്കുന്നത്. ഇപ്പൊ 40 സംതിങ് കിലോമീറ്റർ ആയി. ഒന്നെങ്കിൽ ഇനി ഫെബ്രുവരി വരെ ഓടാം, അല്ലാന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പുതുക്കാം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വെറുതെ ഒരു വണ്ടിയിട്ട് എന്ന് എഴുതിയിട്ട് അവർ എക്സ്റ്റെൻഡും ചെയ്ത് തരില്ല. ആ വണ്ടിയുടെ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ആരായാലും നഷ്ടം പറ്റുമോ. അതൊരു ഈ വാറണ്ടി സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്, ഫ്രീ ആയിട്ട് മാറി. ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് വാറണ്ടി പുതുക്കണമെന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് 360 ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വാറണ്ടി പുതുക്കി തരുള്ളൂ. ഞാനിത് പങ്കുവെക്കാണ്ടായ കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് സംശയം, പാക്കേജും വാറണ്ടി ഒക്കെ സെയിം ആണോ? ഈ സർവീസ് പാക്കേജിൽ വാറണ്ടിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി ഇതിനൊന്നും ബന്ധമില്ലാത്ത ഒരാൾ അപ്പുറത്തുണ്ട്, ഇൻഷുറൻസ് അല്ലേ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, ബമ്പർ ടു ബമ്പർ ഉണ്ട്, നമുക്ക് ഫുള്ള് ക്ലെയിം കിട്ടുന്നുണ്ട്, കിട്ടാത്തതുണ്ട്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസിനെ പറ്റിയുള്ളൊരു വീഡിയോ തന്നെ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി. അപ്പോൾ ഇതാണ് GLS 400. ഇപ്പോൾ അസിമോ പറഞ്ഞു എയർ സസ്പെൻഷനൊക്കെ വരുന്ന വണ്ടിയാണ്, 4 മാറണമെങ്കിൽ 5-8 ലക്ഷം ഒക്കെ ചിലവ് വരും എന്നൊക്കെ പറഞ്ഞു. അത് ഈ വണ്ടിയെ സംബന്ധിച്ച് ചെറിയ മെയിൻ്റെനൻസ് ആണ്. കാരണം എന്താണ്, 1,80,00,000 രൂപ വില വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് എന്ത്, 4 എയർ സസ്പെൻഷൻ. ഇതിലാണ് ഇരുന്ന് യാത്ര ചെയ്ത ഹമ്പൊക്കെ ചാടിയാലും നമുക്ക് അറിയാതെ പോവാം അല്ലേ. അത്രയും സുഖം വണ്ടി തരുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ കൊടുക്കും വേണം. ഇനി ഇത്ര പൈസ ചെലവാക്കാതെ എയർ സസ്പെൻഷൻ ഇല്ലാത്ത SUV വാഹനങ്ങൾ നമ്മൾ എത്തുന്നുണ്ട്, അതിൽ പോവാം. അതിൽ പോകുമ്പോൾ ഈ കംഫർട്ട് കിട്ടൂല, ചെറിയ ചാട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ GLS 400നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു മെയിൻ്റനൻസ് കോസ്റ്റ് അല്ല. അതായത് ഞങ്ങളെ സംബന്ധിച്ചില്ലേ, ഇപ്പോൾ ഞാനും അസിമോനും ഹംദാനും ഒക്കെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ഓഡിയൻസിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 4-5 ഐറ്റം ആളുകൾ നമുക്കുണ്ട്. നമുക്ക് ഹൈ പ്രീമിയം ആൾക്കാരുണ്ട്, മിഡിൽ ക്ലാസ് ആളുകളുണ്ട്, അതായത് ചെറിയ വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചില ആൾക്കാർ എന്നെ വന്ന് പിന്നെ അത്രയും ഇഷ്ടത്തോടെ സംസാരിച്ചിട്ട് പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കാറ് വാങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ മൈൻഡ് സെറ്റാട്ടോ. അയാളെ കൊണ്ട് BMW ബെൻസ് വാങ്ങാൻ കഴിയും. പക്ഷെ അയാൾ ഇപ്പോൾ ചിന്തിക്കണത് എന്താണ്, എന്നെ കൊണ്ടൊരു വണ്ടി വാങ്ങാൻ പോലും കഴിയൂല, ഞാനൊരു വണ്ടിയിൽ കയറി യാത്ര ചെയ്താൽ മതി, ഇതൊക്കെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കാറ്റഗറി വണ്ടി ചെയ്യുമ്പോൾ ഒരു കാറ്റഗറി ആൾക്കാർക്ക് പറ്റില്ല, ഒരു കാറ്റഗറി വണ്ടി ചെയ്യുമ്പോൾ ഒരു കാറ്റഗറി. ചില ആളുകളെ പറയും, ഇപ്പോൾ 2.25 ലക്ഷം രൂപ എടുത്താൽ 5 ലക്ഷം രൂപ സസ്പെൻഷൻ വാങ്ങാൻ മാറുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാർ ഒരു ഷിഫ്റ്റോ റിഡ്സോ അങ്ങനത്തെ കാറ്റഗറി വണ്ടി നമുക്ക് വാങ്ങാം. അപ്പോൾ അതെന്താ വെച്ചാൽ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് ഇന്നൊരു വണ്ടി വാങ്ങാൻ കഴിയൂല എന്ന് പറഞ്ഞ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാരും പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചിലപ്പോൾ അവർ വണ്ടി ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും സാഹചര്യവും മാറും. ആഗ്രഹിക്കുക, കഠിനമായി പ്രയത്നിക്കുക, എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. ഞങ്ങൾ ഇതിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിഷമങ്ങളും ഇതൊക്കെ നിങ്ങളോട് പങ്കുവെച്ചു. പ്രത്യേകിച്ച് നമ്മളൊരു ദിവസം ഇപ്പോൾ ഒരു 10 കസ്റ്റമർ വരികയാണെങ്കിൽ 10 കസ്റ്റമറും 10 ടൈപ്പ് കസ്റ്റമറാക്കാം. നമ്മൾ ആ 10 കസ്റ്റമർ നമുക്ക് കിട്ടുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. കാരണം അത് നിങ്ങളുമായി പങ്കുവെച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഹൈ പ്രീമിയം വാഹനങ്ങളാണ്, ലക്ഷറി കാറുകളാണ്. നമ്മൾ അല്ലാത്ത വാഹനങ്ങൾ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ചെറിയ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഞങ്ങൾ ആരെയും മറക്കൂല. എനിക്ക് പേടിയാണ് ഇപ്പോൾ വലിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണക്കാരൻ മറന്നോ ചോദിക്കുകയാണ്. ഒരിക്കലും മറക്കൂല, അടുത്ത എപ്പിസോഡ് വരും. കാരണം നമ്മളോട് പല ആൾക്കാരും ചോദിക്കും, എങ്ങനെ നിങ്ങൾ എല്ലാവരെയും പാടെ മാനേജ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാവരെയും പാടെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് പറിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളും ചെയ്യുന്നു. ചെറിയ വാഹനങ്ങൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ചിലപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ 3,90,000 രൂപേൻ്റെ ഒരു വാഗനർ പരിചയപ്പെടുത്തിയിട്ടാണ്
ഞാൻ കരുവാരൻ്റെ ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപ മുതലുള്ള കാറ് മുതൽ കോടികൾ വിലയുള്ള കാറുകൾ വരെ നിലവിൽ ഇപ്പോൾ സഫാരി കാർസിൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ കഥാപ്രസംഗമാണ് കഥ ആണ് എന്ന് പറയില്ലെങ്കിൽ, കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഗതികേടാണ്. ഇനി ഇതിൻ്റെ പ്രൈസിലോട്ട് കിടക്കാം. ഇത് 2021 മോഡലിൽ വണ്ടി പല പ്രൈസിൽ മാർക്കറ്റിലുണ്ട്. അതിപ്പോ ഒരു 90 ലക്ഷം മുതൽ 95 ലക്ഷം മുതലൊക്കെ വണ്ടികൾ മാർക്കറ്റിലുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രൈസിങ്ങിലും ഓപ്ഷനുകളിലും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. ഇത് നമ്മളെ ഷോറൂമിൽ ആസ്കിംഗ് റേറ്റ് വരുന്നത് 1,09,00,000 1,09,00,000 രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് റേറ്റ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത വാഹനമാണെങ്കിൽ നമ്മൾ ഫിക്സഡ് റേറ്റ് ഫിക്സ് ചെയ്യും. പിന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിന്റെ അധികാരം നമുക്കുണ്ട്. ഇത് നമുക്ക് പാർക്കാൻ സെയിൽ വന്നതാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഇതിനനുസരിച്ചുള്ള ഒരു പ്രൈസാണ് നമ്മൾ പറയുന്നത്. എങ്കിലും ഞങ്ങളൊരു പ്രോഫിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പ്രോഫിറ്റ് എടുക്കാതെ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. അടുത്തതായി അതിന്റെ വില പറഞ്ഞു, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു, മോഡൽ പറഞ്ഞു. 2021 മോഡൽ. അപ്പോൾ വാറണ്ടി ഉണ്ട്, പിന്നെ സർവീസ്, പിന്നെ പാക്കേജ് ഉണ്ട്, PPF ഉണ്ട്. ഈ വണ്ടിയിൽ ഒരു സ്ക്രാച്ച് ഉണ്ട്. ഇതാകണം ഇത് PPF ഈ സ്ക്രാച്ച്. ഇത് കാണുമ്പോൾ കസ്റ്റമർ കൊടുക്കും. ഇത് PPF സ്ക്രാച്ച് എന്ന് ആർക്കൊക്കെ അറിയാം, ആർക്കും അറിയാം, ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് സ്ക്രാച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, വണ്ടിക്ക് ചാവി തരുമ്പോൾ പുതുപുത്ത വണ്ടി തരുന്ന പോലെ തരാം അല്ലേ. അതിലൊരു കോംപ്രമൈസും ഇല്ല. അടുത്തതായി പോർഷെ പനമേര. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന യുവാക്കളുടെ ഇഷ്ടവാഹനം, അല്ലെങ്കിൽ ഒരു വികാരം. കാണുമ്പോൾ തന്നെ ആരും നോക്കി നിന്ന് പോകണം, ആരും വാങ്ങാൻ കൊതിക്കുന്ന അല്ലേ. ഇപ്പൊ മറ്റേ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ വിദൂര ചക്രവാളത്തിൽ എവിടെയോ. ഇതിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അല്ലേ. ആരും ഇഷ്ടപ്പെടും കേട്ടോ, ആരും ഒന്ന് നോക്കി നിന്ന് പോകും. ഒരു ക്യൂട്ട് വാഹനമാണോ ചോദിച്ചാൽ ക്യൂട്ടാണ്. എന്നാ പിന്നെ വില്ലനാണോ ചോദിച്ചാൽ വില്ലനാണ്. സ്പോർട്സ് കാറ്റഗറി ആണോ ചോദിച്ചാൽ അതാണ്. കൂപ്പയാണ്. ഡ്രൈവ് ചെയ്യേണ്ടവർക്ക് അടിപൊളിയാണ്. ബാക്കിൽ സ്പേസ് കമ്മി എന്ന് പറയുമ്പോഴേ നമ്മൾ മറ്റു E ക്ലാസ് S ക്ലാസ്സിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ബാക്കിലിരിക്കുന്ന ആൾക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു അടിപൊളി പോർഷെ പനമേര വന്നിട്ടുണ്ട്. അതും പോർഷെ പനമേരയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയൊരു വിലയിലാണ് ഇപ്പോൾ വണ്ടിയുള്ളത്. അതായത് ഇപ്പോൾ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനം അല്ലേ. ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്ക്. 2015 മോഡലില് സിംഗിൾ ഓണർഷിപ്പിൽ 52,000 കിലോമീറ്ററുടെ വാഹനം. ഫസ്റ്റ് ഓണറാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരള രജിസ്ട്രേഷൻ ആണ്. നമ്മൾ ഷോറൂമിൽ ആസ്കിംഗ് റേറ്റ് വരുന്നത് 49.5. 50 ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ട് ഒരു പോർഷെ പനമേര നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ. ഇനിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പനമേര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതർ സ്റ്റേറ്റ് വാഹനങ്ങളൊക്കെ ഒരു 30 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ മുതലൊക്കെ വണ്ടികൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കേരള രജിസ്ട്രേഷനിൽ കിലോമീറ്റർ ശ്രദ്ധിക്കണം, 40,000 മീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അടിപൊളി കളറാണ് റെഡ് അല്ലേ. റെഡ് ഈ സ്പോർട്സ് കാറ്റഗറിയിൽ വണ്ടികൾക്കൊക്കെ എന്താ വെച്ചാൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുളിച്ചി കളറാണ് രസം അല്ലേ. കിളിപ്പച്ച, മഞ്ഞ, റെഡ്, പച്ച. ഇപ്പം നമ്മളൊരു 1-2 വണ്ടി ഞാൻ ഇറങ്ങാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കളറിൽ. അടുത്തതായി ഇതേ പോർഷൻ്റെ തന്നെ കൈൻ കൂപ്പെ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു എന്നൊരു സംശയമുണ്ട്. ഇത് ചില്ലറക്കാരനല്ല, ഏകദേശം 2 കോടി രൂപയോളം മുകളിൽ വരും. 2 കോടിന്റെ മുകളിൽ വില വരും. ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനം. ഇതേ വണ്ടി മാറിക്കത്തെ 2022 മോഡലില് 22,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. അതായത് കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 22,000 കിലോമീറ്റർ ഓടുമ്പോൾ ഏകദേശം ഒരു 1 കോടി രൂപന്റെ അടുത്ത് നമുക്ക് ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ഷോറൂമിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 139 ആണ് നമ്മൾ ആസ്കിംഗ് റേറ്റ് ഉള്ളത്. നമുക്ക് ഓഫറുകൾ അനുസരിച്ചൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഒരു പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ പിന്നെ ഷോറൂമിൽ ചെയ്യാണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് എല്ലാ 360 ഡിഗ്രി ചെക്കപ്പ് ഒക്കെ കഴിച്ച് അടിപൊളിയാക്കിയിട്ട് തരും. ഒരു പുത്തൻ വണ്ടി എടുക്കണം അതേ ഫീൽഡിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഡിപ്രിസിയേഷനിൽ നിങ്ങൾക്ക് ഒരു പോർഷെ കൈൻ കൂപ്പെ ഇപ്പോൾ ഒരു വേറെ ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ വന്നു 2025 ശേഷം വന്നു. പക്ഷെ എന്നാലും ഏകദേശം ഈ ഒരു വാഹനം ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 2 കോടിക്ക് മുകളിൽ ഈ വണ്ടിക്ക് അന്ന് പ്രൈസ് വന്നു. കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് വാഹനമാണ്, CBO വെഹിക്കിളാണ്. അതേപോലെ തന്നെ ഈ പോർഷേന്റെ ഒരു വണ്ടിയും കൂടെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. പോർഷെ മെക്കാൻ ബുക്കിംഗ് ആയോ? ഇല്ല, സംസാരത്തിലാണ് അല്ലേ. കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു മെക്കാൻ കൂടി ഞങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട്. ഒക്കെ ഇങ്ങനെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് സംസാരം നടക്കും, ഇന്ന് അഡ്വാൻസ് ആവും, ചിലപ്പോൾ നാളെ ക്യാൻസൽ ആവും, ചിലപ്പോൾ ഒരു വണ്ടിക്ക് തന്നെ 3 ആളാവും, ചിലപ്പോൾ ഒരു വണ്ടി 6 മാസം നിൽക്കും, ചിലപ്പോൾ 2 മാസം നിൽക്കും. ഇതൊരു ബിസിനസ് അല്ലേ, പറയാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെക്കാൻ കൂടി ഞങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ 42 lakhsലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. പോർഷേന്റെ പ്രത്യേകത കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാം കോടികളുടെ വാഹനമാണ്.
നാളെ കസ്റ്റമർ ഉണ്ട്, അതിൻ്റെ ഇടയിലൂടെ നമ്മളെ പണി വേഗം എനിക്ക് നേരെ നാട്ടിൽ പോകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് 3 വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി. വേറെ പുതിയ സ്റ്റോക്ക് വന്നതിൽ ഏതെങ്കിലും ഇനി വരുന്നുണ്ട്. റേഞ്ച് റോവറിന്റെ ഇവോക്ക് 2021 മോഡൽ വരുന്നുണ്ട്. പിന്നെ GLC-കൾ വരുന്നുണ്ട്, GLE-കൾ വരുന്നുണ്ട്, GLS തന്നെ വേറെ വാഹനം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനങ്ങൾ സെയിൽ ചെയ്യാണ്ടെന്നുണ്ടെങ്കിലും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം. വാഹനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും സഫാരി കാർസുമായി ബന്ധപ്പെടാം അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതൊരു വീഡിയോക്ക് വേണ്ടി പറയണതല്ല, ആത്മാർത്ഥമായിട്ട് നമ്മൾ നന്ദി അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്.